അപ്പോൾ ഗൈസ്, ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? പിന്നെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ നബിദിനത്തിൻ്റെ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നല്ലേ, അത് നല്ല റീച്ച് ആയിട്ടുണ്ട്, ഒരുപാട് വ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരുപാട് ആ ഒരു വീഡിയോ വഴി നമുക്കൊരുപാട് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയ കുറേ ആളുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. പിന്നെ പ്രധാനമായിട്ടും പറയാണ്ടായിരുന്നതിൽ, ഞാനിപ്പോൾ ഇതിങ്ങനെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് എടുക്കുകയാണല്ലോ. അപ്പോൾ അന്ന് ഫസ്റ്റ് ആ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ ഫുഡ് കഴിക്കാതാണ് കാണിക്കണത്. അപ്പോൾ അതിൽ താഴെ ഒരുപാട് പേര്, അതായത് കുറേ പേരെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടത്തെ കൈ കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്, മീൻസ് ഇതാണ് ഇടത്തെ കൈ. പക്ഷെ അത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടാവാം ചിലപ്പോൾ കാണുന്നവർക്ക് അത് ഇടത്തെ കൈ കൊണ്ടാണ് കഴിക്കണമെന്ന് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ വലത്തെ കൈ വെച്ചിട്ട് തന്നെയാണ് കഴിക്കണത്. നമ്മൾ ഫോണിൻ്റെ സൗണ്ട് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, ഫോൺ ഇങ്ങനെ തിരിച്ച് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ഫുള്ളാക്കിയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ അങ്ങനെ തോന്നിയത്. ഇതാണ് എൻ്റെ ഇടത്തെ കൈ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, ഞാൻ റിങ് ഇട്ടിട്ടുള്ള കൈ. വലത്തെ കൈ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ വലത്തെ കൈ വെച്ചിട്ട് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. എന്താണ് വലത്തെ കൈന് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, പിന്നെ വലത്തെ കൈ കൊണ്ട് തന്നെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളിവിടെ നമ്മൾ നിൽക്കുന്ന പറമ്പയുടെ ഇവിടുത്തെ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങിയിട്ടില്ല, അവിടെ ഇപ്പോഴേ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയി നോക്കട്ടെ എന്തൊക്കെയാണ് പ്രോഗ്രാം എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടല്ല ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഓണാഘോഷ പരിപാടികൾ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയുന്നില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ കൂടി ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ ഓൺ വോയിസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഓണപ്പരിപാടീൻ്റെ പാട്ട് അവർ മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പാട്ട് നന്നായിട്ട് കേൾക്കണുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കോപ്പിറൈറ്റ് വരും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകാനാകുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് പണികളൊക്കെ ഉണ്ട് ഒരുക്കിയിട്ട് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നുള്ളതിലാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, പുട്ടായിരുന്നു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു കറിയും മീനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി പിന്നെ ഞാൻ തക്കാളി കറി ഉണ്ടാക്കിയിട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുളി രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ രാവിലെ കഴിയും, ചിലപ്പോൾ അടുക്കളയിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുളിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. എന്നും അങ്ങനെ രാവിലെ കുളിച്ചിട്ട് തന്നെ അടുക്കളയിൽ കയറും അങ്ങനത്തതൊന്നുമില്ല. ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറും. പക്ഷെ എന്ന് കുളിച്ചിട്ട് അടുക്കളയിൽ കയറുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. എന്തൊക്കെയോ ഒരു പ്രത്യേക വൈബാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പണികൾക്കാണെങ്കിലും ഭയങ്കര ഉഷാറ് കിട്ടും. കുളിക്കാണ്ട് ചെയ്താലും ഉഷാറൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും എന്തൊരു പോസിറ്റീവ് എനർജിയാണ് കുളിച്ചിട്ട് രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ. പക്ഷേ അപ്പോൾ ഇന്ന് ഏതായാലും കുളി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ ഇനിയിപ്പോൾ അത് അവിടെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ എന്താ പറയുക, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം. പിന്നെ ഇവിടെ ഗോൾഡ് ടൈലിൻ്റെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുക. ഇതൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഓണപ്പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് വന്നിട്ട് 5 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് തോന്നിട്ട്. ഏപ്രിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇവരുടെ ഓണാഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണല്ലോ അപ്പോൾ കാണാം. ഇവിടെ ശരിക്കും ഓണാഘോഷ പരിപാടിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ ഓൺ വോയിസ് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് പാട്ടാണ് ശരിക്കും കേൾക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ എന്താ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി, ഞാൻ പിന്നെ ഒരു നൈറ്റിയാണ് ഇട്ടത്. അതൊക്കെ മാറ്റി ഞാനൊരു ചുരിദാറൊക്കെ എടുത്തിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും അവിടെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ടോ. കാരണം അവിടെ നിന്നിട്ട് ഇരിപ്പുറക്കണില്ല എന്നൊക്കെ പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് വേഗം പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോന്നു. കിച്ചുമോളും തത്തിയൊക്കെ പിന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഞാൻ ചെന്നപ്പോഴും കുട്ടികൾ ബലൂണൊക്കെ ചവിട്ടി പൊട്ടിക്കണ ആ ഒരു ഇതാണ്, ബലൂൺ ചവിട്ടി പൊട്ടിച്ചിട്ടുള്ള ആ പരിപാടിയിലാണ് കുട്ടികൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ അനൗൺസ്മെൻറ്റും അവരുടെ പിന്നെ മൈക്കിൽ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പിന്നെ വീട്ടിലിരുന്ന ഇരിപ്പുറയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള താത്തയൊക്കെ ഉണ്ടായിരുന്നിട്ട്, അപ്പോൾ താത്ത എന്നെ വിളിക്കുകയും ചെയ്തു, വാ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ എന്താ പറയുക, നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ വലിയ ആളുകളാണെങ്കിലും ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുട്ടികൾ മാറി നിൽക്കുക അല്ലെങ്കിൽ ലേഡീസ് മാറി നിൽക്കുക ഒന്നുമില്ല, ഏജ് ഒന്നും നോക്കാതെ തന്നെ എല്ലാവരും ഇതിൽ ഒരുപോലെ തന്നെ പങ്കെടുക്കുന്നവരാണ്. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നിയിട്ട്, അപ്പോൾ ഞാൻ മക്കളോട് പറയുകയും ചെയ്തു എല്ലാവരും ഒരേപോലെ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് ചെറിയ കുട്ടികൾ മുതൽ അതിൻ്റെ ഇടത്തരം കുട്ടികൾ, പിന്നെ അവരെക്കാൾ ഒന്നുകൂടെ മുതിർന്നവർ, പിന്നെ ഏറ്റവും ടോപ്പപ്പിൽ നിൽക്കുന്നവർ, അമ്മമാർ, അങ്ങനെ എല്ലാവരും ഓരോ പ്രോഗ്രാമും അവർ എല്ലാവരിലേക്ക് എത്തിച്ചിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇത്രയും എല്ലാവർക്കും ഇതിൽ അതായത് പങ്കെടുത്ത എല്ലാവർക്കും തന്നെ അവർ ഒരു പിന്നെ എന്താ പറയുക സമ്മാനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇതിന് പിരിവോ കാര്യങ്ങളോ ഒന്നും ഇവർ നടത്തിയിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവുക പിരിവാണ്. പിരിവ് നടത്തിയിട്ടായിരിക്കും പരിപാടിയെ നടത്തുക. ഇതങ്ങനെയൊന്നുമില്ല, ഇത് ഇവരുടെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ ഭാരവാഹികൾ തന്നെ നടത്തുന്നതാണ്. അതും ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഈ പരിപാടി നടത്തുന്നത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, അവർ ഭയങ്കര ആക്റ്റീവ് തന്നെയാണ്, നല്ലതായിട്ട് എല്ലാവരും ഒരുപോലെ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സംസാരം നിർത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇങ്ങനെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ കസേരകളിയാണ് നടക്കുന്നത്. ബലൂൺ ചവിട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു, പിന്നെ കസേരകളിയാണ്. അത് തന്നെ ഞാൻ എല്ലാവരുടെയും ഒന്നും അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോയിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് ഭാഗങ്ങൾ. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്ത് ആവും നമ്മളെ വീഡിയോ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് പാട്ടുണ്ടല്ലോ, നമ്മൾ മൂവി സോങ് അവർ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്തായാലും യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പിറൈറ്റ് വരും, ലോങ് വീഡിയോയിൽ അത് ഇടുമ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പരമാവധി ഞാനിങ്ങനെ വോയിസ് തന്നെ പറയണത് കേട്ടോ, എൻ്റെ സൗണ്ട് തന്നെ ഞാനിത് പറയണതാണ്. അങ്ങനെ അത് മാത്രമല്ല, പിന്നെ അവരോട് ഞങ്ങൾക്കും പങ്കെടുക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നവരാണ്, പുതിയതാണെന്നുള്ളതല്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി അവർ വിളിക്കുകയും പങ്കെടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ പങ്കെടുത്തിട്ടൊന്നുമില്ല, മടിയായിട്ടൊന്നുമല്ല, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണ് ഞാൻ പിന്നെ ഒന്നിലും പങ്കെടുക്കാതിരുന്നത്. പിന്നെ കിച്ചുമോൾക്ക് പിന്നെ ഒരു മടി തോന്നി, കാരണം അവൾക്ക് അങ്ങനെ അവളെ ഒരു കൂട്ടായിട്ടുണ്ടായിരുന്ന റെന്ന അവർ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. റെന്നയും അവളെ താത്തയ്ക്ക് സാനിയൊക്കെ ഉണ്ടെങ്കിലും കിച്ചുമോൾ ആക്റ്റീവായിട്ട് എല്ലാത്തിനും നിൽക്കും. അപ്പോൾ അവളെ കൂടെ ഉണ്ട് ആ കുട്ടികൾ, അവർ ഇപ്പോൾ സ്കൂൾ അടച്ചു തരുന്നല്ലോ അന്നാണ്, പിന്നെ അന്ന് വിരുന്ന് പോയിട്ട് വന്നിട്ടില്ല. ഇത് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് തലേ ദിവസമായിരുന്നു, അതായത് 22-ാം തീയതി ആയിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം, സൺഡേ ആയിരുന്നു. പിന്നെ 12:30 ആയപ്പോഴത്തേക്കും ഇവരൊന്ന് നിർത്തി വെച്ചു, ഒരു ബ്രേക്ക് എടുത്തു, എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പോയി. പിന്നെ ഭയങ്കര വെയിലുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ 3 മണിക്ക് ശേഷമാണ് പിന്നെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞ് അനൗൺസ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നീട് പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വലിയവരുടെ അതായത് അമ്മമാരുടെയൊക്കെ തിരുവാതിരക്കളി, കുട്ടികളുടെ ഡാൻസ്, അമ്മമാരുടെ എന്താ പറയുക വടംവലി, അതേപോലെ തന്നെ ബാക്കിയുള്ള ഇവിടെ നിൽക്കുന്ന ആൺകുട്ടികളും മുതിർന്നവരുടെയും എല്ലാവരുടെയും തന്നെ എല്ലാ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഞാൻ പറഞ്ഞതാക്കണില്ല, ഇതിലെ മ്യൂസിക്കോട് കൂടിയിട്ട് തന്നെ ഞാനിത് ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് ഓൺ വോയിസ് ആയിട്ട് തന്നെ കേൾപ്പിച്ച് തരികയാണ്. മേ ബി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് റിമൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ.
പഞ്ചഗുസ്തി ഫൈനലാണ് നടന്നത്. ഒരുപോലെ ആരെങ്കിലും വീണ്ടും ആവർത്തിക്കുന്നു. വടംവലിക്ക് ഇതിനോടകം തന്നെ 5 ടീം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ടീമിന് മാത്രമേ അവസരമുള്ളൂ. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സീനിയർ ബോയ്സ് നാരങ്ങ സ്പോർട്ട്. അതാ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, കൈയടിക്കേണ്ടതാണ്, പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പ്രോത്സാഹിപ്പിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. ആരെങ്കിലും ക്ഷീണിക്കരുത്, ക്ഷീണിച്ചു പോകരുത്, വെള്ളം നടക്കൂ, ഉഷാറോടുകൂടി. കണ്ണുമുട്ട് കണ്ണുമുട്ട്, ചക്കര ചക്കര പുന്ത നക്കി. എല്ലാരും കൈയടിക്കും കൈയടിക്കും, പ്രോത്സാഹിപ്പിക്കും. ചക്കര പുന്ത നക്കി. ചക്കര പെട്ടെന്ന് 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 നോക്കും പുന്ത.
കണ്ണം ഫൗള് കളിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണം ഫൗള് കളിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല ചെറിയ കോട്ടയുടെ വലിയ നോക്കി ഇതാ എത്തി എത്തി എത്തി. ആരാണ് ഫൈനൽ? അതിനുശേഷം വടംവലി, പിന്നെ ജെൻസിന്റെ ഡാൻസ്, ലേഡീസിന്റെ തിരുവാതിര, കുട്ടികളുടെ ഡാൻസ്, ഒരുപാട് കലാപരിപാടികൾ അരങ്ങേറേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് പരിപാടികൾ തീർക്കേണ്ടതാണ്. നമ്മുടെ ലൈറ്റ് ആൻഡ് സെറ്റപ്പ് എത്രയും പെട്ടെന്ന് സജ്ജീകരിക്കേണ്ടതാണ്. വെള്ളം കലക്കാൻ അനിയേട്ടനാണ് അടിപൊളി. ബിസ്ക്കറ്റ് കടി മത്സരം വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രോത്സാഹനം. ആവശ്യമായ വടംവലി മത്സരം ആരംഭിക്കാൻ പോണ്. വടത്തിന്റെ അടുത്ത് നിന്ന് എല്ലാവരും വിട്ടു നിൽക്കേണ്ടതാണ്. ആവേശകരമായ വടംവലി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓള് മുന്നിൽ പോയിരുന്ന ആ ചേച്ചിനെ വിളിച്ച് മാറ്റി കാറാൻ പറ. ഫസ്റ്റ് വീസിൽ ടൈറ്റ് ആണ്, സെക്കൻഡ് വീസിലാണ് വലിക്കേണ്ടത്. അതാരും മറക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം.
ടീം ഹോൾ ബോക്സ്. കരുത്തരായ ഹോൾ ബോക്സിനെ തറപറ്റിക്കാൻ ആർക്കും കഴിയില്ലെന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഹോൾ ബോക്സ് വിജയിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓണാഘോഷം ഓണപരിപാടികളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പാട്ട് എനിക്ക് മാറ്റി നിർത്തേണ്ടി വന്നു, കോപ്പിറൈറ്റ് വന്നതുകൊണ്ട്. അതുകൊണ്ടാണ് പാട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടോ. അപ്പോൾ തിരുവാതിര ആയിക്കോട്ടെ, പെൺകുട്ടികളുടെ ഡാൻസ് ആയിക്കോട്ടെ, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ചെക്കന്മാരുടെ ഡാൻസൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്.